കവിയൂർ പൊന്നമ്മയുടെ സഞ്ചയനത്തിന് പിന്നാലെയാണ് നടി ഏറെ ആഗ്രഹിച്ചു പണിത ആലുവയിലെ വീട് മകൾക്കായി എഴുതിവച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. എന്നാൽ ഇപ്പോഴിതാ മകൾ ബിന്ദുവിന് മാത്രമല്ല മറ്റൊരാൾ കൂടി ആ വീടിന് അവകാശിയായി ഉണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അമ്മയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് ബിന്ദുവായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. അതിനിടെയെല്ലാം ഇടയ്ക്കിടെ യുഎസിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യം വന്ന് 1.5 മാസത്തോളമാണ് അമ്മയെ ശുശ്രൂഷിച്ചത്. അതിനിടെയാണ് യുഎസിലേക്ക് ബിന്ദുവിന് തിരികെ പോകേണ്ടി വന്നത്. അങ്ങനെ പോയെങ്കിലും അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചതോടെ ബിന്ദു വീണ്ടും തിരിച്ചു വന്നു. അപ്പോഴേക്കും പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2ാം വരവിൽ 5 ദിവസത്തോളമാണ് അമ്മയ്ക്കൊപ്പം നിന്നത്. പിന്നാലെ വീണ്ടും തിരിച്ചു പോകേണ്ട ആവശ്യം വന്നതോടെ വിമാന ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തെങ്കിലും യാത്ര നടന്നില്ല. പിന്നീട് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് അടുത്ത ദിവസം പോവുകയായിരുന്നു. 24 മണിക്കൂറോളം യാത്ര ചെയ്ത് ബിന്ദു യുഎസിലെത്തിയപ്പോൾ ലഭിച്ച ആദ്യ ഫോൺ കോൾ അമ്മ മരണത്തിനു കീഴടങ്ങി എന്നതായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്നും വരാൻ സാധിക്കാത്ത അവസ്ഥയുമായിരുന്നില്ല ബിന്ദുവിന്. ഇളയ മകനെ വീട്ടിൽ തനിച്ചു നിർത്തിയാണ് ബിന്ദു നാട്ടിലേക്ക് വന്നതും കാര്യങ്ങൾ ചെയ്തതും എല്ലാം. ഭർത്താവ് വെങ്കിട്ടരാമൻ ഒപ്പമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമേയല്ല. അമേരിക്കയിൽ വലിയ ലോയൽറ്റിയും അതിനനുസരിച്ച് വരുമാനവുമുള്ള വ്യക്തിയാണ് ബിന്ദുവിൻ്റെ ഭർത്താവ്. അതിനാൽ തന്നെ മറ്റ് കുടുംബകാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം ബിന്ദുവിൻ്റെ പൂർണ്ണ ചുമതലയിലാണ്. മകൾ പഠനമെല്ലാം പൂർത്തിയാക്കി മിഷിഗണിൽ നിന്നും ഏറെ ദൂരെയുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ബിന്ദുവിൻ്റെ മകൾക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കാറുള്ളതും. മകൻ വിദ്യാർത്ഥിയാണ്. ഈ സാഹചര്യത്തിൽ ബിന്ദുവിന് ഈ വീട് നൽകിയാൽ മകൾക്കൊരിക്കലും ഇവിടെ വന്ന് താമസിക്കാനോ ജീവിക്കാനോ കഴിയുന്ന സാഹചര്യമല്ല. അമേരിക്കയിൽ സുഖകരമായി ജീവിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും മകൾക്ക് ലഭിക്കുമ്പോൾ നാട്ടിലേക്ക് വരേണ്ട ആവശ്യമേ ബിന്ദുവിനില്ല. ഒരു പക്ഷേ ആരുമില്ലാതായാൽ ഇത്രയും വലിയ ഒരു വീട് നശിച്ചു പോകാനുള്ള സാധ്യത വരെയുണ്ട്. ഈ സാഹചര്യം കൃത്യമായി അറിയാവുന്ന പൊന്നമ്മ അനുജത്തി രേണുകയുടെ മകളായ നിധിയെയാണ് 2ാം അവകാശിയായി ചേർത്തിരിക്കുന്നത്. 4 പതിറ്റാണ്ടോളം നീണ്ട കഠിനാധ്വാനം കൊണ്ട് കയ്യിൽ സ്വരുക്കൂട്ടിയതെല്ലാം ഒരുമിച്ച് ചേർത്താണ് എറണാകുളം ആലുവ പുഴയോരത്ത് കുറച്ചു സ്ഥലം പൊന്നമ്മ വാങ്ങിയിട്ടത്. അവിടെ ഏതാനും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ശ്രീപാദം എന്ന വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്. അന്ന് 2005-ൽ ആ സ്ഥലം വാങ്ങുമ്പോൾ സെൻറ്റിന് ലക്ഷങ്ങളായിരുന്നു വിലയുണ്ടായിരുന്നത്. വലിയ ഹാളും 5 ബെഡ്റൂമുകളും അകത്തളവും ബാൽക്കണിയും എല്ലാമായി വിശാലമായ വീടാണ് പൊന്നമ്മ ഒരുക്കിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.